എൻട്രൻസ് ഒരു മത്സരം തന്നെയാണ്. മത്സരിച്ച് ഏറ്റവും വലിയ സ്ഥലത്തെത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ 1ാം റാങ്ക് ഞങ്ങളുടെ സ്റ്റുഡൻറ്റിലാണ്. പതിനേഴ് വയസ്സായ ഒരു സ്റ്റുഡൻറ്റിന് ഞങ്ങൾ കൊടുത്ത അവാർഡ് 1 കോടി രൂപയാണ്. 1 കോടി രൂപയാണ്. ഞാൻ സ്റ്റീഫൻ, പാലാ ബില്ലിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. പല ബ്രില്യൻ്റ് എന്ന് പറയുന്ന 40 വർഷം മുമ്പ് തുടങ്ങിയ സ്ഥാപനം 60,000-70,000 കുട്ടികൾ വിവിധ കോഴ്സുകളായിട്ട് പഠിക്കുന്നു. ഞങ്ങൾ 4 പേർ ചെന്നൊരു പ്രസ്ഥാനമാണ്. സെബാസ്റ്റ്യൻ സാർ, ജോർജ് സാർ, സന്തോഷ് സാർ പ്ലസ് ഞാൻ. തൽക്കാലത്തേക്കുള്ളൊരു തൊഴിൽ സംരംഭം എന്നതിൽ തുടങ്ങിയതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിനകത്ത് സെബാസ്റ്റ്യൻ സാറും ജോർജ് സാറും ഞാനും കൂടെ ഒരു പെരുന്നാൾ സ്ഥലത്ത് വെച്ച്, ഞങ്ങൾ 3 പേരും നെയ്ബേഴ്സാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്, നാട്ടുകാരൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങിയാലോ. അപ്പോൾ ആലോചിച്ചപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങാമെന്നതാണ്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ പാലായിൽ സെൻറ്റ് തോമസ് കോളേജും അൽഫോൺസ കോളേജിനും അടുത്തടുത്താണ്. അവിടെ പ്രീ ഡിഗ്രി കോഴ്സുണ്ട്. പ്രീ ഡിഗ്രിക്ക് സയൻസ്, ഇംഗ്ലീഷ് ട്യൂഷൻ അത്യാവശ്യ സാധ്യതകളുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു. ഞങ്ങൾ വീട്ടിൽ പോയി അനുവാദം മേടിച്ചു. ഞങ്ങൾ 3 കൂടെ അൽഫോൺസ കോളേജ് സമീപത്തായിട്ടൊരു ഇടിഞ്ഞു പൊഴിഞ്ഞ് തീരാറായ ഒരു പഴയ കെട്ടിടം, അവിടെ ഒരു ബ്രില്യൻ കമ്പ്യൂട്ടർ സെൻറ്റർ എന്നൊരു ബോർഡ് കൊണ്ടു. അത് നിലവിൽ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തിന് ചോദിച്ചു, ഈ കെട്ടിടം ഞങ്ങൾക്ക് വാടകയ്ക്ക് തരാമോ. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ, കാരണം ഇത് ആരും വരാതെ നടത്തിയ പലതും നടത്തിയിട്ട് പൊളിഞ്ഞു പോയിട്ട് അയാൾക്കിതിനെ ഇത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ ധാരാളം ഫർണിച്ചറൊക്കെ ഉണ്ട് ആയിട്ടുള്ളൊരു, പക്ഷേ വളരെ മോശമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു കെട്ടിടമായിരുന്നു. സന്തോഷത്തോടെ തന്നു. അപ്പം ചെറിയൊരു വാടക മാത്രമേ അത് ചോദിച്ചുള്ളൂ, കാരണം ആരെങ്കിലും എടുത്താൽ മതി. അപ്പം ഞങ്ങൾ 3 പേരും ആലോചിച്ചപ്പം അതൊന്ന് അത്യാവശ്യം വൈറ്റ് വാഷ് ചെയ്താൽ കുറച്ച് കട്ടറോ എന്തെങ്കിലും ഒരു സ്ക്രീൻ വെച്ചാലേ ഇത് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഡെസ്കും ബെഞ്ചും ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഒന്ന് ക്ലീനാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ ഒരു 500 രൂപ വെച്ച്, 40 വർഷം 500 രൂപ അത്ര ചെറുതല്ല, 500 രൂപ വെച്ച് 3 പേരും ഷെയർ ചെയ്യുക. 1500 രൂപ കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ശരിയാക്കാം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഇതിനകത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നത്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അത് മാത്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു പേര് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മിനിമം, ഞങ്ങൾക്ക് ഇതൊരിക്കലും സ്ഥിരമായി നടത്താൻ ഒരു 1-2 വർഷത്തേക്കുള്ളൊരു സംവിധാനം മാത്രം ആലോചിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ബ്രില്യൻ്റ് കമ്പ്യൂട്ടർ സെൻറ്റർ. ജോർജ് സാറ് പറഞ്ഞു നമുക്ക് ആ കമ്പ്യൂട്ടർ അങ്ങ് മാറ്റാമെങ്കിൽ നമുക്ക് ഒരു പേര്. അപ്പോൾ തോന്നിയ ഒരു സ്റ്റഡി, ആ കമ്പ്യൂട്ടർ മാത്രം വായിച്ചിട്ട് ഞങ്ങളവിടെ സ്റ്റഡി സെൻറ്റർ ആക്കി. ആദ്യകാലത്ത് ഞങ്ങൾ 3 പേരുമാണ് എല്ലാ ജോലി പഠിപ്പിക്കുന്നവർ, പ്യൂഡ്, സ്വീപ്പർ, ക്ലീനിങ് സ്റ്റാഫ്, സകലം ഞങ്ങൾ തന്നെ. അങ്ങനെ ആ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അങ്ങനെ ആദ്യ വർഷം ഞങ്ങൾ 3 പേരും, അവർ 2 പേരും മാത്തമാറ്റിക്സ് പഠിപ്പിക്കും, ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കും, പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേറൊരു സാറിനെ ഞങ്ങൾ പാർട്ട് ടൈം മാറ്റി. അടുത്ത വർഷത്തേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് കൂടുതൽ ആളൊക്കെയായി. സെക്കൻഡ് ഇയർ വന്നപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി സെക്കൻഡ് ഇയറിലെ ഫിസിക്സ് പഠിപ്പിക്കാൻ അറിയത്തില്ല. ഫസ്റ്റ് ഇയറിലെ അത്യാവശ്യം തട്ടുപൊട്ടി പോകും. അപ്പം ഞങ്ങൾക്ക് ഒരാളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഫിസിക്സിന് ആവശ്യം നോക്കിയിരിക്കുമ്പോഴാണ് സന്തോഷ് സാർ ഒരിക്കൽ കയറി വരുന്നു. ഞാനിങ്ങനെ MSc B.Ed കാരനാണ്, എനിക്കൊരു ഫിസിക്സുകാരനാണ്, ഞങ്ങളുടെ ക്ലബായി അദ്ദേഹത്തെയും കൂട്ടി അങ്ങനെ പഠിപ്പിക്കുന്നു. സെക്കൻഡ് ഇയർ കുറേ പിള്ളേർക്കായി. ഞങ്ങളുടെ അന്നത്തെ കണ്ടീഷന് പഠിപ്പിക്കുന്ന എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നു അതിൻ്റെ വരുമാനത്തിൻ്റെ 60% പഠിപ്പിക്കുന്നയാൾക്ക്, 40% കമ്പനിക്ക്. പക്ഷേ ആ വർഷം അവസാനം കണക്ക് തീർത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു 4,500 രൂപ ലോസ്
അതായത് ചിലവ് ഈ 40% എടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ തയ്യില്ല. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്താൽ 1500 പെർ കട്ട് ഷെയർ. അപ്പം ഞങ്ങൾക്ക് തോന്നി സന്തോഷ് സാറിനെ ഒരു പാർട്ട്ണറാക്കാമെങ്കിൽ ആ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം സന്തോഷ് സാറിന് മതി. സന്തോഷ് സാർ ചോദിച്ചു എങ്ങനെ ഞാൻ കൊടുന്നു. സന്തോഷ് സാറിന് ഞങ്ങളുടെ ആ ഉദ്ദേശം മനസ്സിലായില്ല. സന്തോഷം കുഴിക്കണം പറഞ്ഞു. അങ്ങനെ സന്തോഷ് സാറും കൂടെ 4ാമതാക്കുക. ആദ്യ വർഷം തന്നെ സീറ്റ് ക്ലോസ്ഡ്. അതൊരു വാർത്ത. ഇത് ബില്യൻഡിൽ എൻട്രൻസിൽ പഠിക്കണോ നേരത്തെ പോയി ചേർന്നില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഐസർ പ്രവേശന പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി ബ്രില്യൻ സ്റ്റഡി സെന്റർ. ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ച 5 പേരും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. അന്നത്തെ ക്ലാസ്സുകൾ ഞാൻ രാവിലെയും വൈകിട്ടും കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് രാവിലെയും വൈകിട്ടും വന്ന് ട്യൂഷൻ എടുക്കുന്നു. കോളേജ് സമരമൊക്കെ വന്നാൽ അപ്പം ഞങ്ങളവിടെ ഫുള്ളിരിക്കുകയാണ്. അപ്പം സമരമൊക്കെ വന്നാലിഞ്ഞ് പോലെ ഞങ്ങൾ പഠിപ്പിക്കുക. അപ്പം അങ്ങനെ വന്ന കുറച്ച് കുട്ടികളൊക്കെ അവർ എൻട്രൻസ് എഴുതുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, സാർമാരെ നിങ്ങൾ ചുമ്മാ ഇരിക്കുമല്ലേ, ഇടസമയത്ത് എന്തെങ്കിലും ഞങ്ങൾക്ക് കുറച്ചൊക്കെ പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് എൻട്രൻസ് സംബന്ധിച്ച് യാതൊരു ഐഡിയ ഇല്ല. അവർ തന്നെ കുറച്ച് മുഖം കൊണ്ടുവന്നു. ഞങ്ങളാൽ അറിയുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു പാർട്ട് ടൈമായിട്ട്. എങ്കിൽ പോലും അതിനകത്ത് MBBS കിട്ടിയില്ലെങ്കിലും അന്ന് BSc നഴ്സിംഗ് പോലും എൻട്രൻസിലൂടെയാണ് പോകുന്നത്. ബിടെക്കിന് കുറേ ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടി, നല്ല അഡ്മിഷൻ തന്നെ കിട്ടി. BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടി. അപ്പോൾ സന്തോഷ് സാർ പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ ഇതങ്ങോട്ട് ഒരു കോച്ചിങ് കൂടെ ഒക്കെ ഏതാണ്ട് ചുമ്മാ ഇരിക്കല്ലേ, കോച്ചിങ് കൂടെ തുടങ്ങിയേക്കാം. ആക്ച്വലി ആ ഒരു ഐഡിയ സന്തോഷ് സാറിൻ്റെയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ള ആ ഒരു 1.5 മാസക്കാലത്തേക്ക് 1 മാസക്കാലത്തേക്കുള്ള അവധിക്കാല കോച്ചിങ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അനൗൺസ് ചെയ്തു, നോട്ടീസൊക്കെ അടിച്ചിറക്കി, പ്രചരണം നടത്തി. രാത്രി ഞങ്ങൾ എല്ലാ സമീപപ്രദേശം സകല കോളേജിൻ്റെയും ഫ്രണ്ടിൽ കൂടെ പോകും. വണ്ടിയിൽ പോയി കുഴവൂരും അരിത്തുറയും കാഞ്ഞിരപ്പള്ളിയും എല്ലായിടത്തും പോയി ഞങ്ങൾ രാത്രി കൊണ്ടുപോയി നോട്ടീസ് ഒട്ടിക്കുക, വഴിയിലിട്ടേച്ച് പോരുക. പക്ഷേ ആദ്യ വർഷം തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഫുൾ ആൾ കിട്ടുന്നതാണ്. ഒരു ക്ലാസ് റൂമിൽ 40 പേരിരിക്കാം, ഒരു ക്ലാസ് റൂമിൽ 30 പേർക്ക് ഇരിക്കും. മൊത്തം 70 പേർക്ക് ഇരിക്കാവുന്ന ഓരോ ബാച്ച്. എൻട്രൻസ് ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ പോരാ, കുറച്ച് ആരെങ്കിലും പോരാ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പം ഏതെങ്കിലും റിട്ടയർഡ് പ്രൊഫസേഴ്സിനെ കിട്ടുമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടി ഇളങ്കുളത്തൊരു റിട്ടയർഡ് ടീച്ചർ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അവർ നല്ല പ്രായമുള്ള ആൾക്കാർ. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ വരാനാണ് ഞങ്ങൾ പറഞ്ഞു, അല്ല ഞങ്ങൾ വന്ന് രാവിലെ വരാൻ ടീച്ചറിനെ കൂട്ടിക്കൊണ്ട് ബസ്സൊക്കെ കയറ്റി ഞങ്ങൾ കൊണ്ടുപോകാം, ബസ് മാറിക്കയറി, ഞങ്ങൾക്ക് ആർക്കും വണ്ടിയൊന്നുമില്ല. അപ്പം അവിടെ ചെന്ന് ബസ്സിന് കയറ്റി പാലായി വരുന്നു. പാലായിൽ നിന്ന് അടുത്ത ബസ്സെ കയ്യെ പിടിച്ച് ബസ്സെ കയറ്റുന്നു, ഇവിടെ ഇറങ്ങുന്നു, ക്ലാസ് എടുപ്പിക്കുന്നു, തിരിച്ച് വീണ്ടും ഒരാൾ കൊണ്ടുവിടുന്നു. ഇങ്ങനെ അപ്പം അത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ. പിന്നെ ഒരു സെൻറ് തോമസിലൊരു കരിയ സാർ നേഴ്സ് കെമിസ്ട്രി പഠിപ്പിക്കാൻ. അങ്ങനെ അവരും ഒപ്പം കുറച്ച് ജൂനിയർ ടീച്ചേഴ്സ്. അന്നത്തെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ വന്ന റോയ് സാർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ, 40 വർഷം മുമ്പ് പഠിപ്പിക്കാൻ വന്ന റോയ് സാർ ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD. അതുപോലെ തന്നെ കെമിസ്ട്രി പഠിപ്പിക്കാൻ അശോക് സാറ്. അങ്ങനെ കുറച്ച് പേര് വന്നു. പിന്നെ അടുത്ത വർഷമായപ്പം അടുത്ത ബിൽഡിങ്ങുകളൊക്കെ കിട്ടി. അങ്ങനെ പടിപടിയായിട്ട് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഇപ്പം ഞങ്ങളല്ല വർക്ക് ചെയ്യും, ഇപ്പോൾ ബ്രില്യൻ ടീം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്കൊപ്പം ചേർന്ന ടീം അംഗങ്ങളും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങളല്ല വർക്ക് ചെയ്യും. എല്ലാ സെക്ഷനിലും ടെക്നിക്കൽ വിങ്, മെൻറ്റേഴ്സ് എല്ലാവരും ഞങ്ങളുടെ സ്ഥാപനം എന്നൊരു ഫീലിങ്ങോടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് വളരുകയാണ് ഇപ്പോൾ. അപ്പം ഞങ്ങൾ പിന്നെ നിൽക്കുന്നു. ഞങ്ങളുടെ മുന്നേ നിൽക്കുന്നതല്ല ഞങ്ങളുടെ ടീം അംഗങ്ങളാണ്. ഞങ്ങളുടെ കാണുന്ന വികാരത്തോടെ വർക്ക് ചെയ്യുന്ന 1000-ഓളം ജീവനക്കാർ. കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് നീറ്റ് പരീക്ഷയിലെ ഇന്ത്യയിലെ 13% റിസൾട്ട് ബ്രില്യൻ്റിലായിരുന്നു. കേരളത്തിലല്ല, 13%. ഇന്ത്യയിലെ 13% പ്രവേശനം
ഞങ്ങളുടെ സ്റ്റുഡൻസിനായിരുന്നു പറയുമ്പോൾ ആ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് ഞങ്ങളുടെ ആധിപത്യം മനസ്സിലായല്ലോ. ഇന്ത്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദി റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. എൻട്രൻസ് ഒരു മത്സരം തന്നെയാണ്. മത്സരിച്ച് ഏറ്റവും വലിയ സ്ഥലത്തെത്തുക എന്നുള്ളതാണ്. നല്ല നല്ല റാങ്കുകൾ കിട്ടുമ്പോൾ ഞങ്ങൾ അവരെ ആദരിക്കാൻ വേണ്ടി വിക്ടറി ഡേ എന്നുള്ള ബ്രില്യൻ വിക്ടറി ഡേ എന്നുള്ള പ്രോഗ്രാം, അത് ഓരോ വർഷവും റിസൾട്ട് വന്നു കഴിയുമ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള VIPസിനെയൊക്കെ വിളിച്ചിട്ട് ആ കുട്ടികളെയും പേരൻസിനെയും വിളിച്ച് അവർക്ക് ആദരിക്കുക എന്നുള്ളത്. മെഡിക്കലിനാണെങ്കിൽ MBBS അഡ്മിഷൻ കിട്ടാൻ ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള ആ റേഞ്ചിൽ വന്ന എല്ലാ കുട്ടികളെയും വിളിച്ചിട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. മാത്രമല്ല അത് എണ്ണം കൂടി, അവാർഡ് തുകയുടെ അളവും കൂടി. ഇത് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ് ഒരു മത്സരം തന്നെയാണ്. അതൊരു വിമർശനമാണ്. മത്സരിപ്പിച്ച് കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ ഇതൊരു ക്വാളിഫയിങ് ടെസ്റ്റ് അല്ല. മത്സരിച്ച് ഏറ്റവും വലിയ സ്ഥലത്തെത്തുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളൊരു 3 വർഷമായിട്ട് അത് 4 വർഷമായിട്ട് കൊടുക്കുന്ന ഓഫർ, മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ഇന്ത്യയിലെ 1ാം റാങ്ക് മേടിച്ചാൽ 1 കോടി രൂപയാണ് അവർക്ക് അവാർഡ്. അത് കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചാൽ അത് വെറുതെ ഒരു പരസ്യമല്ല, മറ്റു പലതും അത് പാർട്ടായിട്ട് കൊടുക്കുന്നതല്ല, ഫുള്ളായിട്ടൊരു കുട്ടിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 വർഷം മുമ്പ് IIT എൻട്രൻസിന് ഇന്ത്യയിലെ 3ാം റാങ്ക് ഒരു തോമസ് ബിജു നേടിച്ചു. ആ 3ാം റാങ്കാണ് ഞങ്ങളുടെ ഓഫർ 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയും ഒപ്പം അദ്ദേഹത്തിന് മറ്റ് കിട്ടിയ അവാർഡുകളെല്ലാം കൂടി 65 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. റീസെൻ്റ്ലി 2024 മെഡിക്കലിൻ്റെ 1ാം റാങ്ക്, ഇന്ത്യയിലെ 1ാം റാങ്ക് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. 17 വയസ്സായ ഒരു സ്റ്റുഡൻറ്റിന് ഞങ്ങൾ കൊടുത്ത അവാർഡ് 1 കോടി രൂപയാണ്. ഒപ്പം അദ്ദേഹത്തിന് ഡൽഹി എയിംസിൽ അഡ്മിഷൻ കിട്ടി, ഇന്ത്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ്. അപ്പോൾ MBBS അവിടെ ഡൽഹിയിൽ എയിംസിൽ ചെന്നു എന്നതിനപ്പുറത്ത് അയാളുടെ ലൈഫ് ലോങ് ഉപയോഗിച്ചാലും തീരാത്ത വലിയ എമൗണ്ടും അദ്ദേഹത്തിന് കിട്ടി, 1 കോടി രൂപ. ആ പ്രോഗ്രാമിൽ നമുക്ക് കേരളത്തിലെയും ഒരുപക്ഷെ കേന്ദ്രത്തിലെയും മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ വിപുലമായ ചടങ്ങിലൂടെ തന്നെയാണ് ഈ കുട്ടികൾക്ക്, കാരണം അവരത്രയും കഷ്ടപ്പെട്ട് വാങ്ങിക്കുമ്പോൾ അവർക്കുള്ള അംഗീകാരവും ഒപ്പം ഞങ്ങൾക്കൊരു പ്രൊമോഷൻ്റെ ഭാഗവുമാണ്. മെഡിക്കലിൻ്റെ ടോപ്പേഴ്സിനെ ആദരിക്കുന്ന ഒരു ദിവസവും എഞ്ചിനീയറിംഗ് ആദരിക്കുന്നത് വേറെ ദിവസം. ഈ വർഷം അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ ബില്യൻസിന് 2020 ഒരു വലിയ ഒരു കാലഘട്ടം തന്നെയാണ്. China has identified coronavirus. എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു ദിവസം ഒരു ഫുൾ സ്റ്റോപ്പ് പോലെയായിരുന്നത്. എല്ലാവരും അടച്ചോളൂ, വീട്ടിലിരുന്നോളൂ. പക്ഷേ അന്നും ഞങ്ങൾക്ക് ഇതുപോലൊരു 30,000-ലധികം കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അവരിത് അവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ അവരുടെ ഭാവിയെ ബാധിക്കുകയാണ്. അപ്പം ഞങ്ങൾ അന്ന് തന്നെ ഈ എല്ലാ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു, ഷട്ട് ഡൗൺ ചെയ്തു. അപ്പം ഞങ്ങൾ 4 പേരും ഒപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരെയും വിളിച്ച് വരുത്തിയിട്ട് ചോദിച്ചു, എന്ത് ചെയ്യും നമുക്കതുവരെ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നു, ഒരു ഓൺലൈനായിട്ട് ഒരു പരിപാടിയില്ല. അപ്പോൾ അതിനകത്ത് നല്ല സാങ്കേതികമായിട്ട് അറിവുള്ള ചിലർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാനുള്ള വേദികളൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള മീഡിയാസ് ഉണ്ട്. അത് പെട്ടെന്ന് വളർന്ന് പ്രവർത്തിച്ചു. 2, 3, 4 ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അതിലേക്ക് ചേർന്നു. ക്യാമറകൾ സംഘടിപ്പിച്ചു, സ്റ്റുഡിയോ പോലെ ടെമ്പററി ക്ലാസ് റൂംസിനകത്ത് കർട്ടനൊക്കെ വലിച്ചു കെട്ടി ഒരു സ്റ്റുഡിയോയുടെ ഫീലിംഗ് ഉണ്ടാക്കി ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കുകയാണ്. അതിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം അതിനകത്ത് ഓഗ്മെൻറ്റ് റിയാലിറ്റി വരെ ഞങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഓഗ്മെൻറ്റ് റിയാലിറ്റി, AI ഫെസിലിറ്റീസ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് എത്ര ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം കൊണ്ടുപോകാവോ, ഇനിയും എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് പുതിയതായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനകത്ത് ഞങ്ങളും ഉണ്ടായിരിക്കും. പണമില്ല എന്ന് കരുതി ഒരു കൊച്ചും പഠിക്കാതിരിക്കരുത്.
കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് കാണാനായത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ദുരന്തമുഖത്താണ്. പെട്ടിമുടി എന്ന ഈ ദുരന്തമുഖത്ത് ഇന്ന് പെട്ടിമുടി ദുരന്തത്തിൽ പത്രങ്ങളിലൂടെ അറിഞ്ഞു +2 പാസ്സായ ഒരു കുട്ടിക്ക് ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവളെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. അച്ഛനും അമ്മയും സഹോദരന്മാരെല്ലാവരും മരിച്ചുപോയി, എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ആരുമില്ല എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ ജീവനക്കാരെ വിട്ട് അവിടെ ചെന്ന് ആ കുട്ടിയെ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞു, ഞങ്ങളെ ഏൽപ്പിച്ചോളൂ, ഞങ്ങൾ അവളെ ഡോക്ടറാക്കിക്കൊള്ളാം. ഒരു ധൈര്യമാണ്. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് ഞങ്ങൾ പരിശീലനം കൊടുത്ത് ആ കുട്ടി MBBS എഴുതി അർഹയായി ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗാർഡിയൻസായിട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ജീവനക്കാർ ഞങ്ങളുടെ വണ്ടിയെ കൊണ്ടുപോയി പാലക്കാട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആ കൊച്ചിനെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടാണ് തിരിച്ചു പോരുന്നത്. പെട്ടിമുടിക്കാർക്ക് ഒരു ഡോക്ടറെ കൊടുക്കാൻ ഞാൻ സാധിച്ചു. പണമില്ല എന്ന് കരുതി ഒരു കൊച്ചും പഠിക്കാതിരിക്കുന്നു. %100 ഫ്രീ ആയിട്ട് അല്ല, 100% ഹോസ്റ്റൽ ഫീസ് പോലും ഫ്രീ ആക്കി ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഒരു 20% കുട്ടികളെങ്കിലും സൗജന്യമായിട്ട് പഠിക്കുന്നു. ഒരു 20% കുട്ടികളെങ്കിലും പെട്ടിമുടിക്കാർക്ക് ഒരു ഡോക്ടറെ കൊടുക്കാൻ ഞാൻ സാധിച്ചു.